ഇന്നലെ യൂട്യൂബിൽ വാസ്തു സംബന്ധമായി കുറച്ച് കാര്യങ്ങൾ തെളിയുന്നതിനിടയിൽ ഒരു വീഡിയോ ശ്രദ്ധിക്കാനിടയുണ്ടായി. ഇത് കന്നിമൂലയെ പറ്റിയാണ് സംസാരിക്കുന്നത്. വെറുതെ ഒന്ന് കേട്ടു നോക്കി എന്താണ് പറയുന്നതെന്നറിയാം. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ കന്നിമൂലയുടെ പ്രശ്നങ്ങളായിരുന്നില്ല അതിൻ്റെ ഉള്ളടക്കം. ആദ്യം തന്നെ പറയുന്നത് കന്നിമൂല എന്നൊരാശയം ഇല്ല എന്നും ബെഡ്റൂം ഉണ്ടാക്കാൻ വേണ്ടി ആരോ വെറുതെ പടച്ചു വിട്ടതാണെന്നുമൊക്കെയാണ്. കന്നിമൂലയിൽ കക്കൂസ് വരാം, കുളിമുറി വരാം, കിണർ വരാം, ഒരു പ്രശ്നവുമില്ല എന്നൊക്കെ വെറുതെ പറയുന്നുണ്ട്. ഞെട്ടിച്ച കാര്യം ലക്ഷങ്ങളാണ് ഈ വീഡിയോ കണ്ടിരിക്കുന്നതെന്നതാണ്. പലരും ഇതോടെ കന്നിമൂലയോടുള്ള പേടി മാറി ഇങ്ങനെയൊരു വീഡിയോയ്ക്ക് നന്ദി എന്നൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ശരിയായിരിക്കാം, ഇതേപ്പറ്റി ഒന്നും അറിയാത്തവർ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാകും. ചിലപ്പോൾ ശാസ്ത്രപ്രകാരം ആ തെറ്റായിരുന്നിരിക്കാം. എല്ലാം ശരി തന്നെ, പക്ഷേ അതിൻ്റെ പേരിൽ എല്ലാവരെയും ക്രൂശിക്കരുത്. പറഞ്ഞു പഴകിയതാണെങ്കിലും ഈ വീഡിയോ കണ്ടപ്പോൾ തെളിവ് സഹിതം പറയണമെന്ന് തോന്നിയതിനാലാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്തത്. 14-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഗ്രന്ഥമാണ് തന്ത്രസമുച്ചയം. നാരായണ നമ്പൂതിരിപ്പാട് എഴുതിയ പുസ്തകം പ്രധാനമായും ക്ഷേത്ര നിർമ്മിതികളെ പറ്റിയാണ് പറയുന്നത്. അതുപോലെ വിഗ്രഹസ്ഥാപനത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഇതിൽ വളരെ വ്യക്തമായി ഓരോ ദിക്കിനെ പറ്റിയും അവയുടെ പ്രാധാന്യത്തെ പറ്റിയും വിവരിക്കുന്നുണ്ട്. എന്തെങ്കിലും സംശയമുള്ളവർ ഈ പുസ്തകങ്ങളൊന്ന് വായിച്ചാൽ മതിയാവും. ഇനി വായിക്കാൻ സമയമില്ലാത്തവർക്ക് വെറുതെ ഒന്ന് ഇന്റർനെറ്റിൽ പരതിയാലും കിട്ടും. തന്ത്രസമുച്ചയത്തിൽ കന്നിമൂല എന്നൊരു വാക്ക് പറയുന്നില്ല. എങ്കിലും നാം കന്നിമൂലയെ കണക്കാക്കുന്ന തെക്കു പടിഞ്ഞാറ് ദിശയെപ്പറ്റി വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇവിടെ എന്തൊക്കെ ആകാമെന്നും എങ്ങനെ സൂക്ഷിക്കണമെന്നുമെല്ലാം ഇതിൽ പറഞ്ഞു വയ്ക്കും. തെക്കു പടിഞ്ഞാറ് മൂല ശക്തിയുടെയും സംരക്ഷണത്തിൻ്റെയും ദിശയായി ഇതിൽ കണക്കാക്കുന്നു. ഈ ഭാഗം മറ്റുള്ള ദിശകളേക്കാൾ അല്പം ഉയർന്നു കാണപ്പെടണമെന്നും ജലാശയങ്ങളോ കിണറുകളോ ജലം കെട്ടി നിൽക്കുന്ന കുഴികളോ ഒന്നും ഇവിടെ കാണാൻ പാടില്ല എന്നും നിഷ്കർഷിക്കുന്നു. കൂടാതെ ഈ ഭാഗം എപ്പോഴും ശുദ്ധിയായിരിക്കണമെന്നും മൂല്യമുള്ള സ്റ്റോറേജുകളായിരിക്കണമെന്നും ഇതിൽ പറയുന്നു. 16-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട മറ്റൊരു ഗ്രന്ഥമാണ് മനുഷ്യാലയ ചന്ദ്രിക. തിരുമംഗലത്ത് നീലകണ്ഠൻ എഴുതിയ ഈ ഗ്രന്ഥത്തിനും തെക്കു പടിഞ്ഞാറേ മൂലയെപ്പറ്റി അല്ലെങ്കിൽ കന്നിമൂലയെപ്പറ്റി വളരെ വ്യക്തമായി നിഷ്കർഷിക്കുന്നുണ്ട്. മനുഷ്യാലയ ചന്ദ്രികയുടെ 5-ാം അധ്യായത്തിൽ പറയുന്നത് തെക്കു പടിഞ്ഞാറേ മൂല സ്ഥിരതയുടെയും ഉയർച്ചയുടെയും ഭാഗമാണെന്നും വീട്ടിലെ പണം അല്ലെങ്കിൽ വിലപിടിപ്പുള്ള സാധനങ്ങൾ, വലിയ ഫർണിച്ചറുകൾ എന്നിവ ഈ ഭാഗത്ത് സൂക്ഷിക്കണമെന്നും മറ്റു ഭാഗങ്ങളേക്കാൾ തെക്കു പടിഞ്ഞാറേ മൂല ഒരല്പം ഉയർന്നു നിൽക്കണമെന്നും പറയുന്നുണ്ട്. വീട്ടിലെ ഗൃഹനാഥന്റെ മുറിയായിരിക്കണം തെക്ക് പടിഞ്ഞാറേ മൂലയിൽ വരേണ്ടതെന്നും ഇതിൽ പരാമർശമുണ്ട്. ഈ ഭാഗത്ത് ജലം കെട്ടിക്കിടക്കാനോ മഴവെള്ളം ഒഴുകി പോകുവാനോ അടുക്കള വരുവാനോ ബാത്റൂമുകൾ വരുവാനോ വിളക്കുകൾ കത്തിക്കാനോ ഒന്നും പാടുള്ളതല്ല. വലിയ ജനലുകൾ തെക്കു പടിഞ്ഞാറേ മൂലയിൽ വരത്തക്ക വിധം സ്ഥാപിക്കുന്നതും തെറ്റായ പ്രവണതയാണ്. തെക്കു പടിഞ്ഞാറേ മൂല പഞ്ചഭൂതങ്ങളുടെ ഭൂമിയായാണ് സങ്കല്പിച്ചിരിക്കുന്നത്. ഇവിടെ ജലമോ അഗ്നിയോ വരാൻ പാടില്ല എന്നതാണ് ശാസ്ത്രം. ഗൃഹത്തിൽ സാമ്പത്തിക നഷ്ടത്തിനും ക്ലേശങ്ങൾക്കും ഇതിടയാക്കും. കന്നിമൂലയുടെ ശരിയായ ഉപയോഗത്തിലൂടെ വീട്ടിൽ സമ്പത്തും ഐശ്വര്യം നിലനിൽക്കുമെന്നതാണ് സത്യം. ഇത് വെറും 2 ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു വന്നേ ഉള്ളൂ. ഇതുപോലെ നിരവധി ഗ്രന്ഥങ്ങളിൽ ആചാര്യന്മാർ എഴുതി സൂക്ഷിച്ച കാര്യങ്ങൾ കന്നിമൂലയെപ്പറ്റി അല്ലെങ്കിൽ തെക്കു പടിഞ്ഞാറേ മൂലയെപ്പറ്റി കാണാറുണ്ട്. ചുരുങ്ങിയത് ഇത്രത്തോളം കാര്യമെങ്കിലും കന്നിമൂലയെപ്പറ്റി എല്ലാവരും അറിഞ്ഞിരിക്കണം എന്നതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. വാസ്തു നോക്കി ഒരു വീട് പണിയുമ്പോൾ ഒരു ആചാര്യന്റെ അഭിപ്രായം തേടുന്നത് നല്ലതായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.